നമ്മൾക്ക് ഈ ക്യൂട്ട് പെൻ ഹോൾഡർ അല്ലല്ല കളറെല്ലാം ഇട്ടിക്കണേ. അപ്പോൾ പിന്നെ കളർ ഹോൾഡർ ആവണ്ടേ. എന്നാൽ പിന്നെ ഈ ക്യൂട്ട് കളർ ഹോൾഡർ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ ഇതുപോലെ ഒരു പിക്ചർ വരച്ചെടുക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പിക്ചറിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ ആ പിക്ചർ വരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച പിക്ചർ ഇതിൻ്റെ ഫ്രണ്ടിലല്ലോടൂ, ബാക്കിൽ വെച്ചാലല്ലേ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഏത് കളറാണോ ഉദ്ദേശിക്കുന്നത് ആ കളർ കൊണ്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ച് കൊടുക്കുക. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിന് മുകളിൽ കളർ കൊടുക്കുന്നത് നല്ല രസമുള്ള പരിപാടി കേട്ടോ. നല്ല സുഖമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോണമെന്നില്ല. നല്ല രസമായിട്ട് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ റെഡും പിങ്കും ഗ്രീനും എല്ലാ കളറും മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇവനൊരു കളർ കുട്ടനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം കളറല്ലേ. ഇതെന്താ മാജിക്കോ? ഇതെങ്ങനെ രണ്ടെണ്ണമായത്? മാജിക്കൊന്നുമല്ല കേട്ടോ. അത് ഒന്ന് ചെയ്യുമ്പോഴത്തേന് ഞാൻ വേറെ ഒന്നുകൂടെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ വെക്കാൻ കേട്ടോ അത്. അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ ഹാഫ് പോർഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലൂ യൂസ് ആക്കിയിട്ട് നമുക്ക് ഫ്രണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, പിന്നെ ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്തിനാണത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ? ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പാളിപ്പോവും. അപ്പോൾ ഇനി നമുക്ക് കളറൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയില്ല. അയ്യോ, നമ്മളെ നാണം കെടുത്തി. സംഭവം ഇതിനെന്തോ മിസ്റ്റേക്കൊന്നും ഇല്ല കേട്ടോ. അത് ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ട്രബിളാണ് തോന്നുന്നുണ്ട്. പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതാ രണ്ടാമത്തെ പ്രാവശ്യം വെക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കൊടുക്കണമൊക്കെ ഉണ്ട്. സംഭവം ചെയ്യുന്നൊന്നുമില്ല. അത് ആ ഫസ്റ്റത്തെ ഒരു ട്രബിളാണത്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഇട്ടും മറക്കരുത്. ലൈക്കും കമൻറ്റും ആണെങ്കിൽ നിങ്ങൾ മറന്നു കേട്ടോ, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.